PSCയിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 18 നടന്ന ICDS സൂപ്പർവൈസർ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ആൻസർ വരിക ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഒന്ന് തെറ്റാണ്, ഏതാണ് തെറ്റായത്? എ. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ബി. സത്യശോധക് സമാജം ജ്യോതിറാവു ഫൂലെ. സി. പ്രാർത്ഥനാ സമാജം സ്വാമി വിവേകാനന്ദൻ. ഡി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ സി ആണ്, അതായത് പ്രാർത്ഥനാ സമാജം സ്വാമി വിവേകാനന്ദൻ തെറ്റാണ്. പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗം. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1. അമേരിക്കൻ വിപ്ലവം. 2. റഷ്യൻ വിപ്ലവം. 3. ഇംഗ്ലീഷ് വിപ്ലവം. 4. ഫ്രഞ്ച് വിപ്ലവം. ആൻസർ വരാം 3, 1, 4, 2. അതായത് ആദ്യം നടന്നത് ഇംഗ്ലീഷ് വിപ്ലവം, പിന്നീട് അമേരിക്കൻ വിപ്ലവം, പിന്നീട് ഫ്രഞ്ച് വിപ്ലവം, ഏറ്റവും അവസാനം റഷ്യൻ വിപ്ലവം. ആദ്യം ഇംഗ്ലീഷ് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയെ ശരിയായ ഓപ്ഷനുകളുമായി പൊരുത്തപ്പെടുത്തുക. എ. ജോസഫ് ബ്രോസ് ടിറ്റോ. 1. ഈജിപ്ത്. ബി. ജവഹർലാൽ നെഹ്റു. 2. ഇന്തോനേഷ്യ. 3. സി. ഗമാൽ അബ്ദുൾ നാസർ. 3. ഇന്ത്യ. ഡി. സുകാർണോ. 4. യുഗോസ്ലോവ്യ. അപ്പൊ ഇത് ശരിയായി പൊരുത്തപ്പെടുത്താനാണ്. ആൻസർ വരാം എ. 4, അതായത് ജോസഫ് ബ്രോസ് ടിറ്റോ യുഗോസ്ലേവ്യ. ബി. 3 ജവഹർലാൽ നെഹ്റു ഇന്ത്യ. സി. 1 അത് ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്ത്. സുകാർണോ ഇന്തോനേഷ്യ. ജോസഫ് ബ്രോസ് ടിറ്റോ യുഗോസ്ലേവ്യ, ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്ത്, സുകാർണോ ഇന്തോനേഷ്യ. 5. സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രകടനങ്ങളിലും ജാഥകളിലും മുഴങ്ങിക്കേട്ട വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന പ്രസിദ്ധമായ ഗാനം രചിച്ചത് ആര്? ആൻസർ വരെ അംശി നാരായണപിള്ള. ആറാമത്തെ ചോദ്യം, യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ പാർത്തി സുബ്ബ. 7. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് സമിതി അധ്യക്ഷൻ ആരാണ്? ആൻസർ വരെ ഡോക്ടർ BR അംബേദ്കർ. 8. പുലയ രാജാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ അയ്യങ്കാളി. 9. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി? ആൻസർ വരെ ഭാരതരത്നം. 10. ആദിത്യ എന്ന ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഫെറി സർവീസ് ആരംഭിച്ച ജില്ല? ആൻസർ കോട്ടയം. 11. ആഗ്നേയശില വിഭാഗത്തിൽ പെടാത്ത ശില ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ വരെ നൈസ് ആണ്. നൈസ് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. 12. അന്തരീക്ഷത്തിലെ സാന്ദ്രതയുടെ ക്രമത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളാണ്? 1. ജലബാഷ്പം. 2. കാർബൺ ഡൈ ഓക്സൈഡ്. 3. മീഥേൻ. 4. നൈട്രസ് ഓക്സൈഡ്. അപ്പം സാന്ദ്രതയുടെ ക്രമത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ആൻസർ വരെ 1, 2, 3, 4 ഇവയെല്ലാം കാണപ്പെടുന്നത് ജലബാഷ്പം, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. 13. താഴെ പറയുന്ന ഹിമാലയൻ ചുരങ്ങളിൽ ഏതാണ് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറിലെ മാൻഡലയുമായി ബന്ധിപ്പിക്കുന്നത്? ആൻസർ വരെ ദിഫു ചുരാണ്. ഓപ്ഷൻ എ ജലപ്ല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ്. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ്. സോജില ചുരം കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതാണ്. 14. കേരളത്തിലെ താഴെ നൽകിയിരിക്കുന്ന നദികളെ അവയുടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നീളം കൂടിയതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. 1. വളപട്ടണം പുഴ. 2. മഞ്ചേശ്വരം പുഴ. 3. പെരിയാർ. 4. ചാലക്കുടി പുഴ. അപ്പൊ ഇതിനെ ഏറ്റവും നീളം കൂടിയതിൽ നിന്ന് നീളം കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കാനാണ്. ആൻസർ വരാം 3, 4, 1, 2. അതായത് പെരിയാർ, ചാലക്കുടി പുഴ, വളപട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ. ഏറ്റവും നീളം കൂടിയത് തന്നിരിക്കുന്നവയിൽ പെരിയാർ, പിന്നീട് ചാലക്കുടി പുഴ, വളപട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ. 15. കേരള സർക്കാർ അടുത്തിടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ച ബാക്ടീരിയയുടെ പേരെന്താണ്? ആൻസർ വരെ ബാസിലസ് സബ്റ്റിലിസ്. കേരള സർക്കാർ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവിയായി അടുത്തിടെ പ്രഖ്യാപിച്ച ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലിസ്. 16. 2026-27 കേന്ദ്ര ബജറ്റിൽ കണക്കാക്കിയ ആകെ ചെലവ് എത്രയാണ്? ആൻസർ 53.47 ലക്ഷം കോടി. 2026-27 കേന്ദ്ര ബജറ്റിൽ കണക്കാക്കിയ ആകെ ചെലവ് 53.47 ലക്ഷം കോടി. 17. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 18. നീതി ആയോഗ് ഏത് സമീപനമാണ് പിന്തുടരുന്നത്? ആൻസർ വരെ താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണം. 19. ഇന്ത്യയിലെ 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇത് ഗാഡ്ഗിൽ ഫോർമുലയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. 2. ഘനവ്യവസായങ്ങൾക്കും മൂലധന വസ്തുക്കൾക്കും പ്രാധാന്യം നൽകി ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് ഇത് ഊന്നൽ നൽകി. അപ്പൊ അതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ 2 മാത്രമാണ്. അതായത് ഘനവ്യവസായങ്ങൾക്കും മൂലധന വസ്തുക്കൾക്കും പ്രാധാന്യം നൽകി ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് ഇത് ഊന്നൽ നൽകി. ഇനി ഗാഡ്ഗിൽ ഫോർമുലയെ അടിസ്ഥാനമാക്കിയുള്ളത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. 20. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മില്ലറ്റ് ഉൽപാദക രാജ്യമാണ്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ വരെ രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 21. കേരള മാതൃകയിലുള്ള വികസന മാതൃക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരെ വ്യവസായ മേഖലയിലെ വികസനം.
22 കേരളത്തിലെ കെ ഫോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ ആൻസർ വരാം ഒരു കോർ നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കുക. കെ ഫോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒരു കോർ നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കുക. 23 കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ ആശ്വാസകിരണം പദ്ധതിയുടെ ഗുണഭോക്താവ് താഴെ പറയുന്നവയിൽ ആരാണ്? ആൻസർ വരെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർ. കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ ആശ്വാസകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർ. 24 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. ആൻസർ വരിക എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുസേവനങ്ങളിലേക്ക് നിയമിക്കപ്പെടുന്ന വ്യക്തികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ട്രിബ്യൂണലിന് പരിഗണിക്കാം. രണ്ടാമത്തെ പ്രസ്താവന കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ള പൊതുസേവനങ്ങളിൽ നിയമിക്കപ്പെട്ട വ്യക്തികളുടെ സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ട്രിബ്യൂണലിന് പരിഗണിക്കാം. 3 സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കോർപ്പറേഷനുകളുടെ കീഴിലുള്ള പൊതുസേവനങ്ങളിലേക്ക് നിയമിക്കപ്പെടുന്ന വ്യക്തികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ട്രിബ്യൂണലിന് പരിഗണിക്കാം. 4 മുനിസിപ്പൽ കോമൺ സർവീസുകളുമായും പഞ്ചായത്തുകളുമായും ബന്ധപ്പെട്ട തർക്കങ്ങൾ ട്രിബ്യൂണലിന് പരിഗണിക്കാം. ഇവയെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 25 പട്ടിക 1 പട്ടിക 2 പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞത്. പട്ടിക 1 എ അഭയകിരണം, പട്ടിക 2 1 വിധവകൾക്ക് സ്വയം തൊഴിൽ, ബി നിർഭയ, 2 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം, സി കാവൽ, 3 നിയമവുമായി സംഘർഷത്തിലായ കുട്ടികൾ, ഡി സഹായഹസ്തം, 4 നിരാലംബരായ സ്ത്രീകൾക്കുള്ള പദ്ധതി. ആൻസർ വരെ എ 4 അതായത് അഭയകിരണം നിരാലംബരായ സ്ത്രീകൾക്കുള്ള പദ്ധതി, ബി 2 നിർഭയ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം, സി 3 കാവൽ നിയമവുമായി സംഘർഷത്തിലായ കുട്ടികൾ, ഡി 1 സഹായഹസ്തം വിധവകൾക്ക് സ്വയം തൊഴിൽ. അഭയകിരണം നിരാലംബരായ സ്ത്രീകൾക്കുള്ള പദ്ധതി, നിർഭയ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം, കാവൽ നിയമവുമായി സംഘർഷത്തിലായ കുട്ടികൾ, സഹായഹസ്തം വിധവകൾക്ക് സ്വയം തൊഴിൽ. 26 ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 123 പ്രകാരം രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന CAGയുടെ റിപ്പോർട്ട് രാഷ്ട്രപതി പാർലമെന്റിന് മുമ്പാകെ സമർപ്പിക്കുന്നു. 3 പാർലമെന്റിലെ മണി ബിൽ അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. 4 അപ്രതീക്ഷിതമായ ചെലവുകൾ നിറവേറ്റുന്നതിന് ഇന്ത്യയുടെ അടിയന്തര നിധിയിൽ നിന്ന് മുൻകൂർ തുക അനുവദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇവയെല്ലാം രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 27 രാജ്യസഭാ ചെയർമാൻ തന്റെ പദവിയിൽ നിന്ന് രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണെന്നാണ് ആൻസർ വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക്. രാജ്യസഭാ ചെയർമാൻ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക്. 28 ലോക്സഭാ സ്പീക്കറുടെ ചുമതലകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1 ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. 2 സഭയിലെ എല്ലാ കമ്മിറ്റികളുടെയും ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും അദ്ദേഹം നിയമിക്കുന്നു. 3 സഭയിലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം നേരിട്ട് നിയന്ത്രിക്കുന്നു. 4 പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നു. ലോക്സഭാ സ്പീക്കറുടെ ചുമതലകളാണ് ചോദിച്ചത്. മുകളിൽ പറഞ്ഞ എല്ലാ ചുമതലകളും ലോക്സഭാ സ്പീക്കറുടേതാണ്. 29 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അഖണ്ഡത എന്ന വാക്ക് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? ആൻസർ വരെ 42 ഭരണഘടനാ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് 42 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ്. 30 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുമായി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായതെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243 ഗ്രാമസഭ രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ നൽകുന്നു. 2 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 249 ദേശീയ താൽപര്യത്തിന്റെ പേരിൽ സംസ്ഥാന പട്ടികയിലെ ഏതെങ്കിലും വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അംഗീകാരം നൽകുന്നു. 3 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 44 സംസ്ഥാനം ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. 4 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 312 പാർലമെന്റിന് അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരം നൽകുന്നു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1, 2, 4. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 ഗ്രാമസഭ രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ നൽകുന്നു. 2 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 249 ദേശീയ താൽപര്യത്തിന്റെ പേരിൽ സംസ്ഥാന പട്ടികയിലെ ഏതെങ്കിലും വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 312 പാർലമെന്റിന് അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരം നൽകുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ്. ഏകീകൃത സിവിൽ കോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. 31 ഇൻപുട്ട് ഉപകരണങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. അതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഫോമുകളിലെ അടയാളപ്പെടുത്തിയ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ വായിക്കാനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR അച്ചടിച്ച എഴുത്തിനെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ ടെക്സ്റ്റാക്കി മാറ്റുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരി. ഇനി മൂന്നാമത്തെ പ്രസ്താവന മാഗ്നറ്റിക് ക്യാരക്ടർ റീഡർ സൂപ്പർ മാർക്കറ്റുകളിൽ ബാർകോഡുകൾ വായിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നു എന്നുള്ളത് തെറ്റാണ്.
MICR ഉപയോഗിക്കുന്നത് ബാങ്കിംഗ് മേഖലയിൽ ചെക്ക് ക്ലിയറൻസിനൊക്കെയാണ്. 32 താഴെ പറയുന്ന സോഫ്റ്റ്വെയർ പാക്കേജുകൾ പരിഗണിക്കുക. 1 വേർഡ് പ്രോസസർ, 2 സ്പ്രെഡ്ഷീറ്റ്, 3 ഇമേജ് എഡിറ്റർ, 4 ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. മുകളിൽ പറഞ്ഞവയിൽ അവ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഡോക്യുമെന്റുകളിലെ ഫയലുകളിലോ ചിത്രങ്ങൾ ചേർക്കുന്നതിന് സാധാരണയായി പിന്തുണയ്ക്കുന്നവ ഏതാണെന്നാണ്. ആൻസർ വരിക ഇവയെല്ലാം, അതായത് 1, 2, 3, 4 എന്നിവ, അതായത് വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, ഇമേജ് എഡിറ്റർ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. 33 താഴെ പറയുന്നവയിൽ ഏതാണ് ഉപകരണത്തെ അതിന്റെ പ്രധാന ഫോർവേഡിംഗ് മാനദണ്ഡവുമായി ശരിയായി പൊരുത്തപ്പെടുത്തുന്നത്? ഉപകരണം ഫോർവേഡ് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ 1 ഹബ്ബ് മാക് അഡ്രസ്, 2 ബ്രിഡ്ജ് IP വിലാസം, 3 സ്വിച്ച് മാക് അഡ്രസ്, 4 റൂട്ടർ IP വിലാസം. ആൻസർ വരാം 3ഉം 4ഉം മാത്രം, അതായത് സ്വിച്ച്, മാക് അഡ്രസ്, റൂട്ടർ, IP വിലാസം. 34 2026 ഇന്ത്യയിലെ ആദ്യകാല ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ ഒന്ന് സ്ഥാപിക്കാൻ IBM പദ്ധതിയിട്ടതായി പ്രഖ്യാപിച്ച സ്ഥലം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ വരാം അമരാവതി, ആന്ധ്രാപ്രദേശ്. 2026 IBM ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ ഒന്ന് സ്ഥാപിക്കാൻ പദ്ധതിയിട്ട പ്രദേശമാണ് അമരാവതി, ആന്ധ്രാപ്രദേശ്. 35 ഇന്റൽ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ സാന്റാ ക്ലാര, കാലിഫോർണിയ. ഇന്റൽ കോർപ്പറേഷന്റെ ആസ്ഥാനം സാന്റാ ക്ലാര, കാലിഫോർണിയ. 36 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി. ആൻസർ വരെ അപേക്ഷ ലഭിച്ച സമയം മുതൽ 48 മണിക്കൂറിനുള്ളിൽ. 37 താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പരാതിയിൽ അന്വേഷണം നടത്തുമ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെ ഏറ്റവും കൃത്യമായി വിവരിക്കുന്നത്? ആൻസർ വരിക ഒരു കേസ് പരിഗണിക്കുന്ന സിവിൽ കോടതിക്കുള്ള അധികാരങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. 38 പോക്സോ നിയമം 2012 വകുപ്പ് 42A പ്രകാരം നിയമങ്ങൾ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോക്സോ നിയമവും മറ്റ് നിയമങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് വ്യവസ്ഥ? ആൻസർ മറ്റേതെങ്കിലും നിയമത്തിലെ പൊരുത്തക്കേടുള്ള വ്യവസ്ഥകളെ പോക്സോ ആക്ടിന് മറികടക്കുന്നു. 39 IPCയിലെ സെക്ഷൻ 294, BNSലെ വകുപ്പ് 296 പ്രകാരം മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് അശ്ലീല പ്രവൃത്തി ചെയ്യുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ വരാം 3 മാസം വരെ തടവ്, അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും. 40 ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. ആൻസർ വരിക സർ M വിശ്വേശ്വരയ്യ. ചിത്രങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ തുടർച്ച. എന്താണ് തിരമാലകൾ? കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ. കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ്ജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു. ജലോപരിതലത്തെ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ ഉണ്ടാകുന്നത്. സമുദ്രജലത്തിന്റെ തുടർച്ചയായ ഈ ഉയർച്ച താഴ്ചകളാണ് തിരമാലകൾ. കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലുപ്പവും വർദ്ധിക്കുന്നു. അപ്പൊ കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാല എന്ന് പറയുന്നത്. കാറ്റിന്റെ വേഗത വർദ്ധിക്കുമ്പോൾ തിരമാലകളുടെ വലുപ്പവും വർദ്ധിക്കും. തിരമാലകൾ കൂടാതെ വേലിയേറ്റ വേലിയിറക്കങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും സമുദ്രചലനങ്ങളിൽ പെടുന്നു. ഇനി അവ ഏതൊക്കെയാന്ന് നോക്കാം. സമുദ്രനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ. സമുദ്രജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റമെന്നും താഴുന്നതിനെ വേലിയിറക്കമെന്നും പറയുന്നു. സമുദ്രത്തിനുള്ളിലൂടെ നദികൾ സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. എല്ലാ സമുദ്രങ്ങളിലും ഇത്തരം സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. അപ്പം സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. വേലിയേറ്റ വേലിയിറക്കങ്ങൾ. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും. ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ഭൂമിയിലെ മറ്റ് സമുദ്രഭാഗങ്ങളിൽ വേലിയിറക്കവും അനുഭവപ്പെടുന്നു. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലവുമാണ് വേലിയേറ്റവും വേലിയിറക്കത്തിനും കാരണം. ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും വേലിയേറ്റം ഉണ്ടാകും. ആ സമയത്ത് മറ്റു ഭാഗങ്ങളിൽ വേലിയിറക്കമാണ് ഉണ്ടാകുക. സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. കാറ്റ്, സമുദ്രജലത്തിന്റെ ഊഷ്മാവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ലവണത്വത്തിലെ വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം, ഇതൊക്കെ സമുദ്രജല പ്രവാഹങ്ങൾക്ക് ചില കാരണങ്ങളാണ്.
സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാറ്റ്, സമുദ്രജലത്തിലെ ഊഷ്മാവിലുണ്ടാകുന്ന വ്യത്യാസം, ലവണത്വത്തിലെ വ്യത്യാസം, ഭൂമിയുടെ ഭ്രമണം. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ചലനമാണ് തിരമാലകൾ. വേലിയേറ്റവും വേലിയിറക്കവും സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം ഉണ്ടാകുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസം. ഇനി എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രജലത്തിൽ ലവണങ്ങളുടെ അളവ് പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് ലവണത്വം. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവിനെയാണ് ലവണത്വം എന്ന് പറയുന്നത്. ഇനി സമുദ്രം കൊണ്ട് മനുഷ്യനുള്ള പ്രയോജനങ്ങൾ ഒന്ന്, വിനോദസഞ്ചാരത്തിന് ബീച്ചുകൾ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്, ഗതാഗതത്തിന് സഹായിക്കുന്നു, പിന്നെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നൽകുന്നുണ്ട്. പ്രാചീനകാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു. മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും സമുദ്രം പ്രദാനം ചെയ്യുന്നു. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നു. ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നതിലും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സമുദ്ര തീരങ്ങൾ പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇനി സമുദ്ര മലിനീകരണം. സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മലിനീകരണമാണ് സമുദ്രങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. രാസവസ്തുക്കളും മറ്റു ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ്. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എന്ന് പറയുന്നത് 6 അടിയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഇന്തോനേഷ്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽ നിനോ, ലാനിന എന്നീ പ്രതിഭാസങ്ങൾ. എൽ നിനോ എന്ന വാക്കിനർത്ഥം ഉണ്ണിയേശു, ലാനിന എന്ന വാക്കിനർത്ഥം ചെറിയ പെൺകുട്ടി. ഇനി പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ: അലാസ്ക കറന്റ്, കുറോഷിയോ കറന്റ്, ഹംബോൾട്ട് കറന്റ്, കാലിഫോർണിയ കറന്റ്, ഒയാഷിയോ കറന്റ്. ഇത്രയും പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. അലാസ്ക കറന്റ്, കുറോഷിയോ കറന്റ്, ഹംബോൾട്ട് കറന്റ്, കാലിഫോർണിയ കറന്റ്, ഒയാഷിയോ കറന്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ: ഗൾഫ് സ്ട്രീം, ബെൻഗോല കറന്റ്, കാനറീസ് കറന്റ്. ഗൾഫ് സ്ട്രീം, ബെൻഗോല കറന്റ്, കാനറീസ് കറന്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ. ഇന്ത്യൻ മഹാസമുദ്രത്തിലേത്: അഗുൽഹാസ് കറന്റ്, മഡഗാസ്കർ കറന്റ്, മൊസാംബിക് കറന്റ്. അഗുൽഹാസ് കറന്റ്, മഡഗാസ്കർ കറന്റ്, മൊസാംബിക് കറന്റ് ഇവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്.